മരവാൾ ഷജറകളെ, സമസ്തയിൽ ഇനി നിങ്ങളെ കളി നടക്കൂല. നിങ്ങൾ ആദരിച്ചിരുന്ന, നിങ്ങൾ ബഹുമാനിച്ചിരുന്ന, ഒരു ഫോൺ വിളിക്ക് വേണ്ടി കാത്തിരുന്ന നിങ്ങളുടെ നേതാവ് പിണറായി വിജയനെ കേരള ജനത വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ കളി നടക്കൂല. അതുകൊണ്ട് ഷജറകൾക്ക് വേണ്ടി കളവ് പറഞ്ഞ മുഷാവറങ്ങൾ ഓർത്തോളൂ. നിങ്ങൾ ഷജറകൾക്ക് വേണ്ടി കളവ് പറഞ്ഞതാണ്. മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് ഷജറകൾക്ക് വേണ്ടി നിങ്ങൾ കളവ് പറഞ്ഞു. സമസ്ത മുഷാവറങ്ങൾ, ചില മുഷാവറങ്ങൾ മിണ്ടാതിരുന്നു. ഷജറകൾ സമുദായത്തിൽ വലസി, അങ്ങനെ സമുദായത്തിന്റെ പ്രതിരോധത്തിലാക്കാൻ നോക്കി. ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വന്നു, ജനം നിങ്ങളെ കൈകാര്യം ചെയ്തു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജബ്ബാറാജിക്കെതിരെ വന്നു, ജനം നിങ്ങളെ കൈകാര്യം ചെയ്തു. ഇതാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിങ്ങളെ കൈകാര്യം ചെയ്തിരിക്കുന്നു. ഇനി നിങ്ങളുടെ കളവും കള്ളത്തരവും പൊള്ളത്തരവും സമസ്തയിൽ നടക്കൂല. സമസ്ത ഇനി ഞങ്ങളുടേതാണ്. അറിയുമോ? നിങ്ങള് ബഹുമാനപ്പെട്ട അബ്ദുസമദ് പൂക്കോട്ടൂർ സാഹിബിനെയും നാസർ ഫൈസി കൂടത്തായി ഉസ്താദിനെയും ബഹുമാനപ്പെട്ട സമസ്തയിൽ പാരമ്പര്യമുള്ള പണ്ഡിതൻ ബഹാവുദ്ദീൻ ഉസ്താദിനെയും നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചു. ഹക്കീം ഫൈസി യാദൃശ്യരുടെ പ്രസംഗം അപ്പുറവും ഇപ്പുറവും കട്ടുമുറിച്ചുകൊണ്ട് നിങ്ങൾ പ്രചരിപ്പിച്ചു. കളവും കള്ളക്കിതാബും കള്ളത്തരവും പൊളത്തരവുമായി നിങ്ങൾ സമസ്തയെ കൈയടക്കി വെച്ചു. ഒരുപാട് കുട്ടികളെ പുറത്താക്കി, കണ്ണീര് കുടിപ്പിച്ചു, ഉസ്താദുമാരെ വേദനിപ്പിച്ചു. ഇനി നടക്കൂല. അറിയുമോ നിങ്ങൾക്ക്? നിങ്ങൾ എന്തായിരുന്നു നിങ്ങളുടെ കയ്യിൽ ആയുധം? ഞങ്ങളോട് ആരും കളിക്കണ്ട, കളിച്ചാൽ ഞങ്ങൾ വോട്ട് അപ്പുറം ചെയ്യും. അല്ലേ? നിങ്ങളിങ്ങനെ വിറപ്പിക്കായിരുന്നു. നിങ്ങൾക്കൊന്നും വരാനില്ല. നിങ്ങൾക്ക് ഇവിടെ റോഡ് വേണ്ട, പാലം വേണ്ട, നിങ്ങൾക്ക് വികസനങ്ങളൊന്നും വേണ്ട. അവകാശങ്ങൾ ആരെങ്കിലും കൊണ്ടുപോയാൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങൾക്ക് സുന്നി മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാ കളികളും നിങ്ങൾ നടത്തി. പല ആളുകളെ നിങ്ങൾ പുറത്താക്കി. ഇതാ ഇനി നിങ്ങളെ കളി നടക്കൂല. കളി അവസാനിച്ചിരിക്കുന്നു. ഇനി കിതാബോധത്തെ ഞങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങും. സമസ്ത മുഷാവർ ഓർമ്മച്ചോ. ഷജറകൾക്ക് വേണ്ടി കളവ് പറയണ്ട, ഷജറകളെ താലോലിക്കണ്ട, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടനെ താലോലിക്കാൻ നോക്കണ്ട. ഇനി ഞങ്ങൾക്കറിയാം, കാറ്റ് മാറി വീശി ഇനി നിങ്ങൾ UDF നേതാക്കന്മാരെ പിന്നാലുണ്ടാവുന്നു. ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കും ബുദ്ധിയുണ്ട്. കിതാബ് ഓതിട്ടില്ല, പക്ഷെ ബുദ്ധിയുണ്ട്. നാളെ മുതൽ നിങ്ങൾ UDF നേതാക്കളെ പിന്നാലുണ്ടാകും. അല്ലേ? അതാണ് നിങ്ങൾ കുറച്ച് ദിവസം മുമ്പ് പാണക്കാട്ടേക്ക് വന്നത്. CAC പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കണമെന്ന് പറഞ്ഞ്. എല്ലടോ, നിങ്ങളല്ല പറഞ്ഞിരുന്നു സമസ്ത മുഷാവറ ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തതാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങളെ സമസ്ത മുഷാവറയിൽ എടുക്കാൻ പറ്റൂല, അല്ലേ? പിന്നെ എന്തിനാണോ നിങ്ങൾ പാണക്കാട്ടേക്ക് വന്നത്? ഞങ്ങൾക്കറിയാം, നിങ്ങൾ കാറ്റ് മാറി വീശുമ്പോ UDF നേതാക്കന്മാരെ പിന്നാലെ നിങ്ങൾ നടക്കും എന്നറിയാം. പക്ഷേ ഞങ്ങൾ സമ്മതിക്കൂല. നിങ്ങളെ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്, തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് CAC സ്ഥാപനങ്ങളെ, വഫിയകളെ നിങ്ങൾ കള്ളക്കിതാബ് വായിച്ച് പുറത്താക്കി. ഞങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്. ഇനി ഞങ്ങളത് പരസ്യമായി പുറത്തു പറയും, പരസ്യമായി പ്രതിഷേധത്തിനിറങ്ങും, നിങ്ങളെ കൂടെ തിരുത്തിക്കും. വഫിയകളെ പുറത്താക്കാൻ നിങ്ങൾക്കാരും അധികാരം തന്നിട്ടില്ല. സമസ്ത അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെതല്ല, മുക്കം ഉമർ ഫൈസിയുടേതല്ല, അബ്ദുസലാം ബാക്കി വടക്കേക്കാണ്ടേതല്ല, ജിഫ്രി മുത്തുക്കോയ തങ്ങളുടേതുമല്ല. ഞങ്ങൾക്കറിയാം, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രസിഡന്റായതിനു ശേഷം ഷജറകൾ അയിഞ്ഞാടി, ഫിത്നക്കാർ അയിഞ്ഞാടി. അവർക്കെതിരെ ഒരു നടപടിയും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എടുത്തിട്ടില്ല. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രസിഡന്റ് ആയതിനു ശേഷമാണ് സമസ്ത ഈ രൂപത്തിലായത്. അതുകൊണ്ട് ഇനി കളി നടക്കൂല. നിങ്ങൾക്ക് പോകാം. സമസ്ത പഴയതുപോലെ മുന്നോട്ട് പോകും. നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാം. സമസ്ത നിങ്ങളുടേതല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തിരുത്തിക്കോളൂ. ഇനി എങ്ങാനും ഷജറകളെ താലോലിച്ചാൽ ഞങ്ങൾ പരസ്യമായ റോട്ടിലേക്ക് ഇറങ്ങും. ഓർമ്മ ചെന്നോളി. എല്ലാ മുഷാവറങ്ങളും നിങ്ങളെ മൗനം ഞങ്ങൾ കേൾക്കണ്ട. മൗനമായിരിക്കുന്നവർ എന്തിന് മുഷാവറിൽ ചേരണം? എത്രയും പെട്ടെന്ന് ഇറങ്ങിപ്പോയിക്കോളൂ. അവിടെ അള്ളാനെ പേടിക്കുന്നവർ ആ കസേരയിൽ ഇരിക്കട്ടെ. നിങ്ങൾ ആർക്ക് വേണം? അതുകൊണ്ട് ഇനി പിണറായി വിജയനെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി പല പ്രഖ്യാപനങ്ങൾ നടത്തണ്ട. കാലം കഴിഞ്ഞിരിക്കുന്നു. പിണറായി വിജയൻ ഇറങ്ങിപ്പോയിരിക്കുന്നു. നിങ്ങൾ അണ്ടിപ്പോയ അണ്ണാനെ പോലെ ആയിരിക്കുന്നു. മര്യാദക്ക് നോളി. ഇനി CAC കുട്ടികളെ കുറിച്ച് കളവ് പറയണ്ട, കാന്തപ്പുറത്തിനെ താങ്ങാൻ പോകണ്ട. അതൊക്കെ നിങ്ങൾ ചെയ്തതാണ്.
നിങ്ങൾ കാന്തപുരം അബൂബക്കർ സാഹിബ് ഒരു വാദവും മാറ്റിയിട്ടില്ല. അദ്ദേഹത്തിന് നിങ്ങൾ ആവശ്യമില്ലാതെ പിന്തുണക്കുന്നു. സമസ്തക്ക് അഭിമാനമായ വാഫി വഫിയകളെ നിങ്ങൾ വേദനിപ്പിക്കുന്നു, അവരെ പുറത്താക്കുന്നു, വീണ്ടും വീണ്ടും പുറത്താക്കുന്നു. പുറത്താക്കിയിട്ടും നിങ്ങൾ അവരെ ശല്യപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇനി നടക്കൂല. നിങ്ങളെ വെള്ളവസ്ത്രം ഞങ്ങൾ കാണണ്ട. നിങ്ങളുടെ നിങ്ങളുടെ വാക്കുകൾ ഞങ്ങൾ കേൾക്കണ്ട. അതൊക്കെ വെറും പ്രകടനപരത മാത്രമാണ്. നിങ്ങളുടെ കൽബില് തഖ്വയില്ല, അള്ളാനെ പേടില്ല. നിങ്ങൾ പേടിച്ചിരുന്നത് പിണറായി വിജയനെയായിരുന്നു. ആ പിണറായി വിജയനെ ജനം വലിച്ചെറിഞ്ഞിരിക്കുന്നു. അറിയോന് വർത്താനം. അതുകൊണ്ട് നിർത്തിക്കോളി. സമസ്തയിലെ ഈ കളി നിർത്താം. സമസ്തയിൽ നിങ്ങളെ കളിക്കാൻ സമ്മതിക്കൂല. അതുകൊണ്ട് നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്നു, വാഫി വഫികളെ പുറത്താക്കാൻ, CSE പുറത്താക്കാൻ ഒരു മുഷാവറങ്ങത്തിനും അധികാരമില്ല. കാരണം സമസ്ത നിങ്ങളുടേതല്ല. അതുകൊണ്ട് ഇനിയുള്ള നാളുകൾ എണ്ണിക്കോളൂ.